ബിഗ് ബോസ് മലയാളം സീസണിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഒരു മത്സരാർത്ഥി സഹമത്സരാർത്ഥികളെക്കുറിച്ച് ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നത്. നിങ്ങൾ എപ്പിസോഡിൽ കണ്ടു കാണും ആരോപണം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഇതിൽ അനുമോളുടെ ഭാഗത്താണ് ശരി എന്ന് പറയുന്നതും അതേപോലെ തന്നെ ജിസൈൽ ആര്യൻ്റെ ഭാഗത്താണ് ശരി എന്ന് പറയുന്നതുമായ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. അനുമോളുടെ ഭാഗത്താണ് ന്യായം എന്ന് പറയുന്നത് അനുമോൾ തെറ്റ് കണ്ടപ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്നു, അതല്ലേ ശരി എന്ന പക്ഷമാണ്. രണ്ടാമത്തേത് ജിസൈൽ ആര്യൻ്റെ പക്ഷം പറയുകയാണെങ്കിൽ എന്തിനാണ് ആവശ്യമില്ലാതെ ഒരാളുടെ അനുവാദമില്ലാതെ അവരുടെ മുഖത്തേക്ക് ടിഷ്യൂ പേപ്പർ കൊണ്ടുപോയി അവർ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടോ എന്നുള്ള തെളിവെടുപ്പ് അനു നടത്തുന്നത്, അല്ലെങ്കിൽ ഇവരുടെ പുറകെ നടന്ന് ഇവരെന്താണ് ചെയ്യുന്നതെന്ന് നോക്കേണ്ട ആവശ്യം അനുവിനെന്താ? അനുവിന് അങ്ങനത്തെ ഒരു കാര്യമുണ്ടെങ്കിൽ തന്നെ അത് ബിഗ് ബോസിനെ അറിയിച്ചാൽ മതി. ഈ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നുണ്ട്, അതിവിടെ റൂൾസിന് എതിരാണ് എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസിന് ഒരു പരാതി കൊടുക്കാം. ബിഗ് ബോസ് അതിൽ ആക്ഷൻ എടുക്കല്ലോ. അതാണല്ലോ ലാലേട്ടനും പറഞ്ഞത്. അത് പറഞ്ഞതിന് ശേഷവും ഇത്തരം ഒരു ആരോപണം, ഇതൊരു ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ്. ഇത് ഉന്നയിക്കുമ്പോൾ ലാലേട്ടൻ വന്നിട്ട് ഇത് എന്താണ് ഇതിന് സംഭവിച്ചതെന്ന് പ്ലേ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ ആര്യൻ്റെ അടുത്തും ജിസൈലിൻ്റെ അടുത്താണ് ന്യായമെങ്കിൽ അനുമോളുടെ ഇമേജ് അവിടെ പോകും. അനുമോൾ എടുത്ത് ചാടി ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഇത് വൈൽഡ് കാർഡ് വന്ന് ജിസിനും അതേപോലെ തന്നെ മസ്താനിയും തനിക്കൊപ്പം ഉണ്ട് എന്നൊരു ധൈര്യത്തിൽ, അല്ലെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞാലും അവർ എനിക്കൊപ്പം നിൽക്കും എന്നുള്ളൊരു ധൈര്യത്തിലാണ്, ഇവരുടെ പിന്തുണയോട് കൂടിയാണ് അനുമോൾ ഈ കാര്യം പറഞ്ഞത്. ഇത് ലാലേട്ടൻ കൃത്യമായിട്ട് ചോദ്യം ചെയ്യും. ലാലേട്ടൻ്റെ പ്രതികരണം വളരെ മോശപ്പെട്ട രീതിയിലായിരിക്കും. അതായത് ശക്തമായ ഒരു ആക്ഷൻ ഇതിലെടുക്കും എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ എടുക്കണം എന്ന് തന്നെയാണ്. ആരുടെ ഭാഗത്താണോ ശരി അതിനൊപ്പം ലാലേട്ടൻ നിന്നുകൊണ്ട് പറയണം എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. എന്തായാലും നമുക്ക് ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് വരെ കാത്തിരിക്കാം.